നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നിയമത്തിൻ്റെ കാതലായ 3 വശങ്ങളാണ്. അതായത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ ഒരു പൗരന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് റൈറ്റ് ടു ഈക്വലിറ്റി ആണ് 14 പ്രൊവൈഡ് ചെയ്യുന്നത്. ഈക്വലായിരിക്കണം മനുഷ്യന്മാരുടെ ജീവിത രീതി, നിയമങ്ങൾ ഒക്കെ എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും. ഇനി ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം, പ്രൊട്ടക്റ്റ് സേവറൽ ഫ്രീഡം എന്നുള്ളതാണ്. അവർക്ക് വോട്ട് ചെയ്യുന്നതിന് ഇഷ്ടമുള്ള വോട്ട് സംവിധായകരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. ഒരാൾ നിർബന്ധിക്കാൻ പാടില്ല. അവർക്ക് ഇഷ്ടമുള്ള വിവാഹം ചെയ്യാൻ കഴിയണം. അവർക്ക് ഇഷ്ടമുള്ള മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. ഇഷ്ടമുള്ള മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സഹായിക്കണം. വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരോട് ഇന്ത്യ വിട്ട് പോകാൻ പറയാനൊന്നും ആർക്കും തന്നെ പാടില്ല. ഈ പറയുന്നവർ പറയുന്നത് പോലെ കേൾക്കുന്നവരും പറയാൻ പാടില്ല. അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ആർട്ടിക്കിൾ 19 പ്രകാരം ഭയങ്കര തെറ്റാണ്. നെക്സ്റ്റാണ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അക്കോർഡിംഗ് ടു the procedure established by law. ഇതെന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു മതക്കാരൻ്റെ മകനും മതക്കാരിയുടെ മകളും ഏത് സ്കൂളിൽ വേണമെങ്കിലും ഏത് ഇഷ്ടമുള്ള ഡ്രസ്സ് അണിഞ്ഞിട്ട് ചെല്ലാനുള്ള അധികാരമുണ്ട്. അല്ലാതെ ഒരു കോളേജിനും അതിവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ നിയമം കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഈ ഫ്രീഡത്തിൽ തൊട്ടുള്ള കളിയാണ് ഈ ആർട്ടിക്കിൾ 21 പൊതുവായ ലംഘനമാണ് ആ കുട്ടിയുടെ നേരെ നടത്തിയത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ആർട്ടിക്കിൾ 14, 19, 21 ഈ വക യാതൊരു ആർഗ്യുമെൻസിനോ ആക്രമണത്തിനോ അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള പ്രസ്താവനകൾക്കോ മതത്തിൻ്റെ നേരെയുള്ള ചീറലിനോ അല്ലെങ്കിൽ ഒരു പൊതുപ്രസംഗത്തിൻ്റെ നേരെയോ ഒരു മതം നടത്തുന്ന പൊതുപ്രസംഗത്തിന് നേരെയുള്ള ആക്രമണം ഒന്നും തന്നെ പാടില്ല. അപ്പോൾ ഇതൊന്നും അറിയാത്ത പോലീസുകാർ ഒരുപക്ഷെ നമ്മുടെ മേഖട്ട് കയറിയെന്ന് വരും. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഈ ആർട്ടിക്കിൾ 14, 19, 21 അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇതൊരു ട്രയാങ്കിളായിട്ടാണ് അറിയപ്പെടുന്നത്. നിയമത്തിലെ ട്രയാങ്കിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒരാളും നിങ്ങളുടെ മേക്കട്ട് കയറാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളാൻ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് വരെ നമ്മൾ കാണാം. അത് രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ്. ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ ഒഴിഞ്ഞു പോകില്ല. ഒരു സ്ക്രിപ്റ്റുള്ള ഒരു മതത്തിന് എഴുതി വച്ചിട്ടുള്ള നിയമമാണ്. ഇവിടുന്ന് ക്രിസ്ത്യാനികളും പോകില്ല, മുസ്ലിങ്ങളും പോകില്ല, ഹിന്ദുക്കളൊഴുക്കും പോകുന്നില്ല. അപ്പോൾ ഒന്നും അറിയാത്ത ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ പലതും പറയുമ്പോൾ ഹിന്ദുക്കളൊക്കെ നമ്മുടെ പലരുടെയും മേക്കെട്ട് കയറാറുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികളും കയറി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടിയും ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.